ഒരിക്കലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ്റെയും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിൽ ഇവിടെ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ടൗണിൽ കൂടി ഒരു മാരത്തോൺ, ഒരു കൂട്ടയോട്ടം കൂടി ഉണ്ട്. ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ചായ കുടിച്ച് മാത്രമേ പിരിയാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ടൗണിൽ ചുറ്റി വന്ന് ഇവിടെ തന്നെ ആണ് പരിപാടി സമാപിക്കുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ബദിയടുക്ക IPSHO ആയ അനൂപ് കൃഷ്ണ സാർ ആണ്. അനൂപ് കൃഷ്ണ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D. ശങ്കര അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ബദിയടുക്ക ടൗണിലെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ പ്രവർത്തകരെയും അതിൻ്റെ പ്രസിഡന്റായ നരേന്ദ്രൻ, സെക്രട്ടറി DV എന്നിവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് കുട്ടികളൊക്കെ പരിപാടിയിലുണ്ട്. ആ സ്കൂളുകൾ നവജീവന സ്കൂള്, GHS പേടാല, ഭാരതീയ വിദ്യാപീഠ്, കുഞ്ഞിൽ സ്കൂള്, ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ. ഈ കുട്ടികളെയും അതിൻ്റെ ഭാരവാഹികളെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചായത്തിൻ്റെ മെമ്പർമാരെല്ലാവരും ഹാജരായിട്ടുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഹാജരായ എല്ലാ മെമ്പർമാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. SPC കുട്ടികൾ എല്ലാ പരിപാടിയിലുണ്ട്. 2 സ്കൂളുകളെയും SPC കുട്ടികളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അവരെയും ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ മാധ്യമങ്ങളുടെ പ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്. പ്രിയപ്പെട്ട എല്ലാവരെയും, ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്ത തന്നെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് IPSHO അവരെ ക്ഷണിക്കുകയാണ്. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D. ശങ്കര അവറുകൾ, ഇവിടെ സ്വാഗതാശംസിച്ച എൻ്റെ സഹപ്രവർത്തകൻ ബദിയടുക്ക സ്റ്റേഷൻ SI ശ്രീ സുകുമാരൻ അവർ, ബദിയടുക്ക ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്നതിനായി തഴച്ചു വളരുന്ന ലഹരി മാഫിയയെ പൂർണ്ണമായി നശിപ്പിക്കാനായാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാനത്തുടനീളം വിവിധ എല്ലാ ജില്ലകളിലും അതിൻ്റേതായ പദ്ധതികൾ നടപ്പിലാക്കുകയും ഏകദേശം 3000-ഓളം പേര് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ കേസുകളിൽ ഉപയോഗത്തിനായിരുന്നാലും കച്ചവടത്തിനായിരുന്നാലും കൈവശം വെച്ചിരുന്നതിനായിരുന്നാലും അതും വിവിധ ക്വാണ്ടിറ്റികളിൽ ഉള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ലഹരി വേട്ട കഴിഞ്ഞ ആഴ്ച നടന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലും കഴിഞ്ഞ ഈ 1-ാം തീയതിക്കും ഇന്നത്തെ ദിവസത്തിനുള്ളിലും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ അന്വേഷണം വിവിധ മേഖലകളിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലൂടെ
അതിൻ്റെ ഓപ്പറേഷൻ തൂഫാന് താഴെയായി ദ നാർക്കോ ഫണ്ട് എന്നൊരു മുദ്രാവാക്യം കൂടെ വെച്ചിട്ടുണ്ട്. അതായത് നാർക്കോട്ടിക്സിനെതിരെയുള്ള വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഇത്രയും ദിവസത്തെ പ്രവർത്തനത്തിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നേ ദിവസം ലോഞ്ച് ചെയ്യുന്ന മുദ്രാവാക്യമാണ് ഐ ആം എ തൂഫാൻ വാരിയർ എന്നുള്ളത്. ഈ നാർക്കോ ഫണ്ട്, ഈ വേട്ടയുടെ ഭാഗമായിട്ടുള്ള വേട്ടക്കാരായി നമ്മൾ ഓരോരുത്തരും മാറുന്ന ദിവസമാണെന്ന് അതിൻ്റെ പ്രതിജ്ഞയാണ് ഐ ആം എ തൂഫാൻ വാരിയർ എന്ന മോട്ടോ സ്ലോഗനിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് വിരുദ്ധ ദിനമാണ്. അതിൻ്റെ ഭാഗമായി നശാമുക്ത ഭാരത് അഭിയാൻ എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനവും രാജ്യവും ലഹരി വിമുക്തമായി മാറാനുള്ള പദ്ധതികളാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറേണ്ട ആവശ്യകതയാണ് ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയിലൂടെയും അതിനെ തുടർന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള കൂട്ടായ്മത്തിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വലിയടുക്ക പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ഡി ശങ്കർ അവരുടെ സാദരം ക്ഷണിക്കുന്നു. പഞ്ചായത്തിൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ ഹരിത കർമ്മ സേനാംഗങ്ങൾ, ബാങ്കിൻ്റെ MDOകൾ എല്ലാവരും തുടങ്ങിയ എല്ലാവർക്കും ഈ ഒരു ദിനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൂട്ടിയത് ഈ ഒരു ലഹരിക്കെതിരായിട്ട് ഒരു പ്രചോദന റാലിയാണ് ഇന്ന് സംഘടിപ്പിച്ചത്. അപ്പോൾ നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുതിയ സർക്കാർ വന്ന പിന്നെ ഓപ്പറേഷൻ തൂഫാൻ നമ്മളിവിടെ അത് പ്രഖ്യാപിച്ച 2-3 ദിവസത്തിൽ തന്നെ ബന്ധിപ്പിക്കൽ കുറേ കാര്യങ്ങൾ നമ്മുടെ CISA അവരുകളെ തുടങ്ങിയത് നമുക്ക് പത്രത്തിൽ വായിച്ചാൽ കാണും. അപ്പോൾ ഇനി നമ്മുടെ കുട്ടികൾ സ്കൂളിൽ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ കൂടുതൽ പ്രവർത്തനം നടക്കുകയാണ്. അതേപോലെ തന്നെ ടൗൺ ചില കടകളിൽ മാത്രമാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു അടിമയ്ക്ക് ജാഗ്രതാക്കണം മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പരിപാടി ഉദ്ഘാടിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ കുട്ടികൾ, വ്യാപാരി നേതാക്കന്മാർ, ഇവിടെ ചേർന്ന എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നമസ്കാരം അറിയിക്കുന്നു. നമ്മുടെ പുതിയ സർക്കാരിൻ്റെ പുതിയ ഒരു സ്ലോഗനാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരായി ശക്തമായ ഒരു നടപടിയാണ് സർക്കാർ ആദ്യമായി എടുത്ത ഒരു നടപടിയാണ് ഇത്. നമ്മൾ എല്ലാവരും ലഹരിക്കെതിരായി ഈ പരിപാടിക്ക് ഒന്നിച്ച് അണിചേർത്ത് ജനങ്ങളിൽ ഈ ലഹരി മുക്തമാക്കാൻ വേണ്ടിയാണ് സർക്കാർ പ്രയത്നിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ന് അന്താരാഷ്ട്രീയ ലഹരി മുക്ത ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഒരു മാരത്തോൺ പോലീസ് സഹകരണത്തോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഈ അവസരം തന്നെ എല്ലാവർക്കും, പോലീസ് നേതാക്കന്മാർക്കും എല്ലാവർക്കും എൻ്റെ വകയിൽ നന്ദി അറിയിക്കുന്നു. നമ്മൾ ശക്തമായി ലഹരിക്കെതിരായി വ്യാപാരികളും അതുപോലെ ജനപ്രതികളും ഓരോ ജനങ്ങളും ഇറങ്ങിയാൽ മാത്രമേ അതിനെ നമുക്ക് തടയാൻ പറ്റൂ. ലഹരി വിൽപ്പന നടത്തുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്താം, അടുത്ത പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗികൾക്ക് അറിയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലഹരിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മുടെ കുട്ടികൾ ഇതിന് ചൂഷണപ്പെടാൻ പാടില്ല എന്ന രീതിയിലാണ് സർക്കാർ നല്ല രീതിയിൽ ഈ ഒരു നിയമം കൊണ്ടുവന്ന ആ നിയമം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഭാവിയിൽ ഇത് നമ്മുടെ നാട്ടിൽ നല്ല ഗുണം വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് വ്യാപാർ. സംസാരിച്ച ഗ്രാമപഞ്ചായത്തിന് അനുച്ഛേദനായ പ്രസിഡന്റ് ശങ്കര ഡി, ഈ പരിപാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ SHO അനൂപ് സാറ്, SIമാരായ സുകുമാരൻ സാറ്, ഉപേഷ് സാറ്, മറ്റു ഉദ്യോഗസ്ഥന്മാർ, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, സ്കൂളിൻ്റെ നവജീവന സ്കൂൾ അടക്കമുള്ള GHS അടക്കമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ നാട് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ രാജ്യവും സംസ്ഥാനവും ഒന്നടങ്കം പുറപ്പെടുന്ന ലോകലഹരി വിരുദ്ധ ദിനത്തിലാണ് ഈ വലിയൊരു പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ പരിപാടിയോട് കൂടി ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അനൂപ് സാർ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ലഹരിയിൽ ഒരു ഗവൺമെന്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രം അത് ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപാരി അടക്കമുള്ള, ജനപ്രതിനിധി അടക്കമുള്ള, സാമൂഹ്യ പ്രവർത്തകരടക്കം
ഇതിന്റെ ഭാഗമായാൽ മാത്രമേ ഇത്തരം മഹാവിപത്തിനെ നമുക്ക് തൂത്തറിയാൻ സാധ്യവും പ്രതിജ്ഞയും എടുത്തുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാ ഭാഗമാകണം മാത്രം പറഞ്ഞുകൊണ്ട് ಈ ಪರಿಪಾಡಿಯಲ್ಲಿ ಎಲ್ಲವಿಧ ಆಶಂಸೆಗಳು ಸೇರಿಕೊಂಡು നിർത്തുന്നു. നന്ദി, ನಮಸ್ಕಾರ. ಅಧ್ಯಕ್ಷರೇ, ಅದೇ ರೀತಿ ಶಾಲಾ ವಿದ್ಯಾರ್ಥಿಗಳೇ ಮತ್ತು ಬದಿಯಡ್ಕ SHO ಅನ್ಮಕೃಷ್ಣ ಸರ್, ಅದೇ ರೀತಿ SI ಸರ್ ಆದ ಸುಮನ್ ಸರ್, ವ್ಯಾಪಾರಿ ಏಕೋಪನ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದ ನರೇಂದ್ರ BL ಹಾಗೂ ಬದಿಯಡ್ಕ ಪಂಚಾಯತ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಚೇರ್ಮನ್ ಆದ ಅಮಿತ್ ಕಡೆಜಿಯವರು ಮತ್ತು ಜನಪ್ರತಿನಿಧಿಗಳು ಎಲ್ಲರಿಗೂ ವಂದಿಸುತ್ತಾ, ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮ ಅಂತ ಹೇಳಿದರೆ ನಮ್ಮದೊಂದು തൂഫാൻ ಎಂಬ ಒಂದು ದೊಡ್ಡ ಹೋರಾಟ. പ്രസിഡന്റ് ശങ്കരാടി സർ, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട SHO അനൂപ് സർ, ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, അതുപോലെ SPC NCC ഹരിത കർമ്മസേന കുടുംബശ്രീ അംഗങ്ങളെ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ തൂഫാന്റെ ഭാഗമായി കണ്ടെത്തുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വലിയ സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നതെന്നാണ്. പക്ഷേ സിറ്റികൾ മാത്രമല്ല, നമ്മളെ പോലെയുള്ള ഗ്രാമാന്തരങ്ങളിലും ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്നത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ സ്കൂളുകളിലെ മറ്റു കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ലഹരിയുടെ വേരുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കും. പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലഹരിക്കെതിരെ പോരാടി വിജയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ ഹമീദ് സാർ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരോ പോലീസുകാരോ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. പൊതുജനങ്ങൾ മുഴുവനും ഇതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനൂപ് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ മുന്നേ സംസാരിച്ച ഒത്തിരി ആളുകൾ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല. നമ്മൾ എത്രത്തോളം കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സാർ പറഞ്ഞതുപോലെ പത്രങ്ങളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം നമുക്കൊരു ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരു 15ഓളം കേസുകൾ നമ്മൾ ബദിയടുക്ക സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തു.